ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ക്രിക്കറ്റ് വേൾഡ്. വിരാട് കോഹ്ലി ഈ വേൾഡ് കപ്പിൽ തിരിച്ചു വരും. കരീബിയൻ മണ്ണിൽ അദ്ദേഹത്തിന് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല സുഹൃത്തുക്കളെ, മുൻ ഓസ്ട്രേലിയൻ ഓപ്പണർ മാത്യു ഹേഡിൻ്റെ വാക്കുകളാണിത്. നമുക്കറിയാം സുഹൃത്തുക്കളെ, വിരാട് കോഹ്ലി ഈ വേൾഡ് കപ്പിൽ ഇതുവരെ തിളങ്ങാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം ആദ്യ കളിയിൽ 1 റൺസും രണ്ടാമത്തെ കളിയിൽ പാകിസ്ഥാനെതിരെ അദ്ദേഹത്തിന് 4 റൺസ് എടുക്കാൻ സാധിച്ചുള്ളൂ. എന്നാൽ USA ആവട്ടെ അദ്ദേഹം ഡക്കിന് പുറത്താവുകയായിരുന്നു. എന്നിങ്ങനെയാണ് വിരാട് കോഹ്ലിയുടെ ഇന്നിങ്സുകൾ ഈ വേൾഡ് കപ്പിൽ. ഇതുവരെ അദ്ദേഹത്തിന് ഒരു 2 അക്കം ഉള്ള സംഖ്യയിൽ എത്തിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. എന്നാൽ IPL മികച്ച ഫോമിലായിരുന്ന വിരാട് കോഹ്ലി എല്ലാവരും പ്രതീക്ഷിച്ചു ഈ വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. ബിക്കോസ് ആ USA പിച്ച് കാരണമായിരിക്കാം. എന്നാൽ സൂപ്പർ 8 മത്സരങ്ങൾ നടക്കുന്നത് കരീബിയൻ മണ്ണിലാണ്. സോ നമ്മൾ മികച്ച പെർഫോമൻസ് വിരാട് കോഹ്ലിയുടെ കയ്യിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളെ. സോ അദ്ദേഹം തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് മാത്യു ഹേഡിൻ്റെ വാക്കുകളിലേക്ക് കടക്കാം സുഹൃത്തുക്കളെ. അദ്ദേഹം പറയുന്നത്, വിരാട് കോഹ്ലി ഇൻ എനി കണ്ടീഷൻസ് ഹാസ് ബീൻ വേൾഡ് ക്ലാസ് ബാറ്റർ. ദീസ് വെന്യൂസ് Caribbean, where you have to think about the way you construct your innings and also think about the kind of realistic totals that are possible in these different venues. Virat is in really good space. He had extremely tough conditions and no one would have liked that in the competition. Everyone wants to see these great champions being able to play freely, and that's going to be case and experience counts. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുകയാണ് സുഹൃത്തുക്കളെ, വിരാട് കോഹ്ലി ഒരു ചാമ്പ്യനാണ്. എല്ലാവരും ചാമ്പ്യൻ പെർഫോമൻസ് ആണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ അവർക്കും ചിലപ്പോൾ നല്ലതുപോലെ ബാറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുതന്നെയാണ് വിരാട് കോഹ്ലിയുടെ പെർഫോമൻസിലും സംഭവിച്ചത്. സോ ഇതുപോലെയുള്ള വീഡിയോകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മല്ലു ക്രിക്കറ്റ് വേൾഡ്.